12 വർഷങ്ങൾക്ക് മുൻപ് കോട്ടയം പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി. ഞാൻ അതും കയ്യിൽ പിടിച്ചുകൊണ്ട് ഗാന്ധി പ്രതിമയ്ക്ക് സമീപമുള്ള ചെരുപ്പ് കുത്തിയുടെ അടുത്ത് ചെന്നു. അതിൻ്റെ കേട് തീർത്തു. 5 രൂപയ്ക്കുള്ളിൽ നിൽക്കുമെന്നാണ് വിചാരിച്ചത്. എത്ര രൂപയായി എന്ന് ചോദിച്ചു. 25 രൂപ എന്ന് തമിഴിൽ മറുപടി പറഞ്ഞു. അത്രയും തരില്ല എന്ന് ഞാനും. അപ്പോൾ ഒരു ഫ്രെയിം ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചു. ചെരുപ്പ് കുത്തികളുടെ അസോസിയേഷൻ ലെറ്റർ പാഡിൽ വ്യക്തമായും ചെരുപ്പ് നന്നാക്കുന്ന തുക അടിച്ച് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിന്റെ താഴെ രക്ഷാധികാരി കോട്ടയത്തുള്ള ലോക്കൽ നേതാവിന്റെ പേരും ഒപ്പും. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ പ്രവാസികളോട് കാണിച്ച ക്രൂരത കണ്ടപ്പോൾ 12 വർഷം മുൻപ് ചെരുപ്പ് കുത്തികൾക്ക് പോലും വളരെ ബലവത്തായ അസോസിയേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലായ പ്രവാസിക്ക് ഒരു ആഗോളതലത്തിൽ ശക്തമായ ഒരു അസോസിയേഷൻ ഇല്ലല്ലോ എന്നോർത്ത് ഞാൻ തലകുനിച്ചുപോയി. എയർ ഇന്ത്യയുടെ ഈ ക്രൂര വിനോദം കണ്ടപ്പോൾ 1921 മാപ്പിള ലഹളയെ തുടർന്ന് നവംബർ 10 ബ്രിട്ടീഷ് പട്ടാളം തിരൂരിൽ നിന്നും കോയമ്പത്തൂർ ജയിലിൽ അടയ്ക്കുവാൻ റെയിൽവേയുടെ ചരക്ക് വാഗണിൽ കുത്തി നിറച്ചു കൊണ്ടുപോയ തടവുകാർ ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. 10 മണിക്കൂർ വെള്ളം പോലും ഇല്ലാതെ പ്രസവം കഴിഞ്ഞെത്തിയ സ്ത്രീകളും വൃദ്ധരായ മാതാപിതാക്കളും കുട്ടികളും അടങ്ങിയ യാത്രക്കാർ തിരുവനന്തപുരം വിമാനത്തിൽ കുരുങ്ങിയ യാത്രക്കാർ വെള്ളം ചോദിച്ചപ്പോൾ പോലീസുകാർ നൽകിയ മറുപടി മൂത്രം കുടിക്കൂ എന്നാണ്. പോലീസുകാരെ, നിനക്കൊന്നും പ്രവാസിയുടെ ഒരു രോമത്തിന്റെ വില പോലുമില്ല. കാരണം തണുപ്പത്തും വെയിലത്തും എല്ലുമുറിയെ പണിയെടുത്ത് വീട്ടുകാരെയും നാട്ടുകാരെയും ഉറ്റവരെയും ഉടയവരെയും കാണാതെ വർഷങ്ങൾ കഴിഞ്ഞ് നാട്ടിൽ എത്തുന്നവരാണ് പ്രവാസി. ഈ പ്രവാസിയെയാണോ നിങ്ങൾ വിമാനറാഞ്ചികൾ എന്ന് വിളിച്ചത്? പ്രവാസി അയക്കുന്ന പണമില്ലെങ്കിൽ നീ സല്യൂട്ട് അടിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനും കേരളത്തിലൂടെ വടി പോലുള്ള ഷർട്ടും മുണ്ടും ഇട്ട് ചിരിച്ചു കളിച്ച് നടക്കില്ല. പ്രവാസികൾ ഒരു ദിവസം കേരളത്തിലേക്ക് പണം അയച്ചില്ലെങ്കിൽ കേരളം സ്തംഭിക്കും. നീ ഒന്നും പ്രവാസിയെ മൂത്രം കുടിപ്പിക്കുവാൻ നോക്കേണ്ട. ഇലക്ഷൻ വരുമ്പോൾ വേലിയിലിരിക്കുന്ന കാക്കയെയും മുറ്റത്ത് നിൽക്കുന്ന പൂച്ചയെയും കിന്നിരിച്ചു പോകുന്ന രാഷ്ട്രീയക്കാരെ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ നിങ്ങളെ കണ്ടില്ലല്ലോ. എന്തുകൊണ്ട്? പ്രവാസിക്ക് വോട്ടില്ലല്ലോ. വിദേശ രാജ്യങ്ങളിൽ പ്രാഞ്ചിയേട്ടന്മാരൊത്ത് കറങ്ങുന്ന രാഷ്ട്രീയക്കാരെ കാണുമ്പോൾ പ്രവാസി, നീ ഒരു കറുത്ത ഷർട്ടെങ്കിലും ഇട്ട് നിന്റെ പ്രതിഷേധം അറിയിക്കുക. നിങ്ങൾ 6 പേരും ഒറ്റയ്ക്കല്ല, ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികൾ നിങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങളുടെ എല്ലാവിധ പിന്തുണകളും നിങ്ങൾക്കൊപ്പം. ഉത്തരവാദിത്തമില്ലാത്ത മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും കാണുമ്പോൾ പൂഞ്ഞാറ്റിൽ നിന്നുള്ള ഒരു MLA പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ എന്ന് ഓർത്തു പോവുകയാണ്. ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥർ കള്ളും കുടിച്ച് ഉറങ്ങിയപ്പോൾ അദ്ദേഹം നേരിട്ട് ചെന്ന് 4 വർത്തമാനം പറഞ്ഞു. വർഷങ്ങളായി ഉറങ്ങുന്ന നിങ്ങളോട് അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞേനെ. ഈ കണ്ണുപിടിച്ച് കൊടുക്കാൻ നീ അറിഞ്ഞു മനസ്സിലായോ? 5 വരെ എനിക്ക് അറിഞ്ഞിരുന്ന പൂറി പോലെ നിന്റെ ജീവിതത്തിൽ നീ ശമ്പളം പറ്റി ചോദിച്ചോ? ഞാൻ പറഞ്ഞു നീ ഓർത്തു കള്ളത്തോടൊക്കെ എന്ത് കരുതി വിട്ടു കൊടുക്കുന്നേ? നീ എവിടുത്തെ അറിയണ്ട. ഈ പൂറി മടക്കല്ലേ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ കരുതുണ്ടാവും? കിടക്കല്ലേ പൂറി മണില്ല, ആരും ചോദിക്കാനും പറയാനുമില്ലെന്ന്. ഞാൻ ആദ്യമായി ഈ കോണത്തിൽ കയറുന്നത് എന്നെ ഓർത്തു. ഈ തകരാറുകാരോട് നിങ്ങൾ ബാക്കി പറയുന്നില്ലേ? മനസ്സിലായി? ഇതൊക്കെ എന്റെ മുമ്പാണ് നമ്മളെ പഠിക്കുന്നത് പൂരിയോടൊക്കെ. ഞങ്ങളിപ്പോ വീട് വന്നാ നിൽക്കുന്നില്ല. വീട്ടിട്ട് നിൽക്കുന്നൊക്കെ ചെയ്യണ്ട ഈ പൂരിയോടൊക്കെ. ഞങ്ങൾ കണ്ടില്ലാണ്ട് വന്നു. പുള്ളിനെ കൊണ്ട് എവിടെ പോയി നോക്കി. അവന് അത്ര മര്യാദ കളിച്ചല്ലോ. കിടന്ന് ഉറങ്ങല്ലേ?
കറണ്ടില്ല, കറണ്ട് കൊടുക്കണേ മനുഷ്യന്. നിങ്ങൾക്ക് മനുഷ്യനാണോ ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുന്നത്? ആരെ വിളിച്ചത്? ഓഫിയടാ, നീ എവിടുത്തെ സർക്കാർ പരിഗണിക്കുന്ന അവരുടെ ഭാഗം തന്നെയാണ്. ഈ ഗവൺമെന്റ് പരിഗണിക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ളതും അതാണ്. ഇവിടെ ഈ അവരുടെ പരാതിയെക്കുറിച്ചുള്ള വേറെ കേസും ഉണ്ടാകാം. കേസൊന്ന് മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. രണ്ട് ഭാഗത്ത് കേസുകളുണ്ടാകും. ആ കേസുകൾ പിന്നീട് തീരുമാനിക്കേണ്ടത്. അതിപ്പോ നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതല്ല. അതുകൊണ്ടാണല്ലോ മാറ്റി നിർത്തപ്പെട്ട ആളുകളെല്ലാം പുറത്തു പോയത്. എങ്ങനെയാ? അവരുടെ വീട്ടിൽ പോയല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം അതിനെക്കുറിച്ചൊക്കെ ഗവൺമെന്റ് കാഴ്ചപ്പാട് ഒരു പ്രത്യേകമായ രൂപത്തിലുണ്ട്. പക്ഷേ അതെല്ലാ ന്യായങ്ങളും എല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഗവൺമെന്റ് സമീപനം ആ പാവപ്പെട്ട യാത്രക്കാർക്ക് അനുകൂലം തന്നെയായിരിക്കും.